എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. US ഫെഡിൻ്റെ ഡിസിഷന് ശേഷം കഴിഞ്ഞ ആഴ്ച നമ്മൾ അമേരിക്കൻ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിലെല്ലാം തന്നെ നല്ലൊരു സെൽ ഓഫ് കണ്ടിരുന്നു. വെള്ളിയാഴ്ചയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ ഒരു റിക്കവറി മോഡിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡൗ ജോൺസ് 498 പോയിൻറ്റ് ബെറ്ററായിട്ടും അതുപോലെ തന്നെ S&P 500 67.77 പോയിൻറ്റ് ബെറ്ററായിട്ടും നാസ്ഡാക്ക് 199.83 പോയിൻറ്റ് ബെറ്ററായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. ഒപ്പം വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വിക്സ് 18.36 താന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ട്രെൻഡിനെയാണ് അമേരിക്കയിൽ, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് റിക്കവറി മോഡിനെയാണ് അമേരിക്കയിൽ. നല്ല സെൽ ഓഫിന് ശേഷം ഒരു ബാർഗെയിൻ ബൈയിങ് ഒക്കെ അമേരിക്കയിൽ കണ്ടേക്കാം ഈ ആഴ്ചയിൽ. അതേസമയം ആപ്പിൾ പുതിയ റെക്കോർഡ് ഹൈയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. $255 ആപ്പിളിൻ്റെ വെള്ളിയാഴ്ചയിലത്തെ ഓൾ ടൈം ഹൈ റെക്കോർഡ് ക്ലോസിങ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.85 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. പാലന്റിയർ ആണ് മറ്റൊരു സ്റ്റോക്ക് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുള്ള അമേരിക്കയിൽ. ഈ രണ്ട് സ്റ്റോക്കുകളാണ് കഴിഞ്ഞ ആഴ്ചയിലത്തെ ഔട്ട് പെർഫോമേഴ്സ്. ഒപ്പം മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന പൊതുവെ മാർക്കറ്റിൽ US ഫെഡിൻ്റെ ഡിസിഷനോടനുബന്ധിച്ചിട്ടുള്ള പല ന്യൂസ് ഫ്ലോസും സൂചിപ്പിക്കുന്നത് അമേരിക്കയിൽ 2025 ഇൻട്രസ്റ്റ് റേറ്റ് 2 പ്രാവശ്യമാണ് കുറയ്ക്കുള്ളൂ എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ അമേരിക്കയിൽ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത് പ്രൊലോങ് ചെയ്തേക്കാം. അത് പൊതുവെ എമർജിങ് മാർക്കറ്റുകളിലേക്കുള്ള ഇൻഫ്ലോസിനെ ബാധിക്കും എന്നുള്ള ഒരു ഇൻഡിക്കേഷനിലാണ് മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ ചെറിയ സെൽ ഓഫ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റുകളും കഴിഞ്ഞ ആഴ്ച വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 4.77%, അതുപോലെ തന്നെ സെൻസെക്സ് 4.98% താഴെയാണ് ക്ലോസ് ചെയ്തത്. മേജറായിട്ട് ഇൻഡെക്സ് ബേസ്ഡ് സ്റ്റോക്കുകളിലുണ്ടായിട്ടുള്ള സെൽ ഓഫ് ആണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഓവറോൾ നമ്മൾ ബ്രോഡ് ബേസ്ഡ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളൊന്നും തന്നെ ഇത്തരത്തിലുള്ള സെൽ ഓഫ് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് വേഴ്സ്റ്റ് സീംസ് ഓവർ എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. ഒപ്പം ഇൻ കേസ് ഫർദർ സെൽ ഓഫ് വരികയാണെങ്കിൽ ഒരു പക്ഷേ നിഫ്റ്റി 23,200 23,000 ലെവലിലേക്കൊക്കെ ഒരു പക്ഷേ താന്നേക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മളൊരു റിബൗണ്ടും എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ മാർക്കറ്റിൽ വീണ്ടും നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഇനി നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ GST കൗൺസിലിൻ്റെ 55ാമത്തെ മീറ്റിംഗ് വന്നിരുന്നു. ഹെൽത്ത് കെയർ പോളിസികളിൽ GST റേറ്റ് റിഡ്യൂസ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഡിസിഷനൊന്നും വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ധാരാളം ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ. അതാത് സ്റ്റോക്കുകൾ അതിൻ്റേതായ പോസിറ്റീവ് ഇമ്പാക്റ്റൊക്കെ കണ്ടേക്കാം. അതോടൊപ്പം തന്നെ മേജർ ഒരു ന്യൂസ് ഉള്ളത് സൊമാറ്റോ നാളെ മുതൽ സെൻസെക്സിലേക്ക് എൻട്രി ചെയ്യാണ്. തീർച്ചയായിട്ടും ഇത് സൊമാറ്റോനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ന്യൂ ജനറേഷൻ സ്റ്റോക്ക് സെൻസെക്സ് പോലുള്ള മേജർ ഇൻഡെക്സിലേക്ക് വരുന്നത്. ഒപ്പം നമ്മൾ ടെക്നോളജി രംഗത്തുണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ 20 വർഷത്തെയൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുള്ള കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസൊക്കെ വലിയ രീതിയിൽ ഷൂട്ടപ്പ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് സൊമാറ്റോയിൽ കണ്ടിട്ടുള്ളത്. നമ്മുടെ AI റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സെമിനാറുകളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കായിരുന്നു സൊമാറ്റോ. അന്ന് 49-50 രൂപയായിരുന്നു സൊമാറ്റോയിലുണ്ടായിരുന്നത്. കാരണം ആദ്യമായിട്ട് AI ടൂളുകൾ സൊമാറ്റോ ഗോൾഡ് മെമ്പേഴ്സിന് കൊടുക്കാനുള്ള ഒരു അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ 49 രൂപയായിരുന്നു സൊമാറ്റോയുടെ സ്റ്റോക്ക് പ്രൈസ്. അന്ന് മുതൽ നമ്മൾ റെക്കമെൻഡേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നതായിരുന്നു. ഇപ്പോൾ അറൗണ്ട് 300 റുപ്പീസാണ്. നമ്മൾ ടെക്നോളജി രംഗത്ത് ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുള്ള കമ്പനികളുടെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഫർദർ സൊമാറ്റോ, അതുപോലെ തന്നെ റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്വിഗ്ഗിയൊക്കെ നല്ല രീതിയിൽ അടുത്ത വർഷങ്ങളിൽ മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ വരുന്ന അവസരങ്ങളിൽ ഈ സ്റ്റോക്ക് പ്രൈസുകളൊക്കെ താഴെ പോവുകയാണെങ്കിൽ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ് സൊമാറ്റോയും സ്വിഗ്ഗിയൊക്കെ.
മറ്റൊരു സ്റ്റോക്ക് കോസ്മോ ഫസ്റ്റ് ആണ്. ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. വെഹിക്കിൾസിൻ്റെ എക്സ്റ്റീരിയർ പെയിൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഫിലിം അവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. കോട്ടിംഗ് രംഗത്തുള്ളൊരു കമ്പനിയാണ്. തീർച്ചയായിട്ടും പാക്കേജിങ് രംഗത്തും വലിയ രീതിയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. 2 പ്രൊഡക്റ്റുകളാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. പ്ലാറ്റിനം, ഗോൾഡ് 2 കാറ്റഗറിയിലാണ്. പ്ലാറ്റിനം ലൈഫ് ടൈം വാറണ്ടി ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡ് 5 ഇയർ വാറണ്ടിയാണ്. അപ്പോൾ കാറുകളും മറ്റു വെഹിക്കിൾസൊക്കെ അതിൻ്റെ പെയിൻറ്റിൻ്റെ തനിമ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഓണേഴ്സിനൊക്കെ ഇത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നല്ല സെയിൽസ് ഈ പ്രൊഡക്റ്റുകൾക്ക് ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് പൊതുവെ കമ്പനി മാനേജ്മെൻറ്റിനുള്ളത്. പക്ഷേ മാർക്കറ്റത്തെ ഒരു റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഈ കമ്പനിക്ക് സെയിൽസ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ലോങ് റണ്ണിൽ കോസ്മോ ഫസ്റ്റും ഇൻവെസ്റ്റേഴ്സിന് മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. വേദാന്ത ഡീമർജർ അനൗൺസ് ചെയ്തിരുന്നു. 6 കമ്പനിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. ബേസ് മെറ്റൽസും കൂടി വേദാന്തയുടെ റെസിഡ്യൂവൽ കമ്പനിയിൽ, അതായത് ഡീമർജ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള അസറ്റിൻ്റെ ഒപ്പം ബേസ് മെറ്റലും കൂടി ആഡ് ചെയ്യുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ തൂത്തുക്കുടിയിൽ അവരുടെ കോപ്പർ പ്ലാന്റ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോപ്പറും സിങ്കൊക്കെ റെസിഡ്യൂവൽ വേദാന്തയിൽ കീപ്പ് ചെയ്യുകയാണ്. വേദാന്തനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ വേദാന്ത ഈ ആഴ്ചയിൽ എക്സ് ഡിവിഡൻ്റ് ആവുകയാണ്. 8 രൂപ 50 പൈസ പെർ ഷെയർ ഡിവിഡൻറ്റും ഉണ്ട്. ഒപ്പം ധനലക്ഷ്മി ബാങ്ക് റൈറ്റ്സ് ഇഷ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 100 ഷെയറിന് 56 ഷെയറാണ് റൈറ്റ്സ് കിട്ടാൻ പോകുന്നത്. 21 രൂപ പെർ ഷെയറാണ് റൈറ്റ്സ് ഓഫർ ചെയ്തിട്ടുള്ളത്. ജനുവരി 8 ഓപ്പൺ ചെയ്യും. നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ടാണ് എനിക്ക് ധനലക്ഷ്മി ബാങ്കിൻ്റെ ഈ റൈറ്റ്സ് ഇഷ്യൂവിനെ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒരു പക്ഷേ ഈ ബാങ്കിങ് സ്റ്റോക്കിലൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റൈറ്റ്സ് ഇഷ്യൂവിന് ശേഷം ഫണ്ടമെൻ്റൽസും ബെറ്റർ ആവുകയാണ്. മിതാനി PSU മെറ്റൽ അലോയ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ആദ്യത്തെ ടൈറ്റാനിയം സൂപ്പർ അലോയ് അവർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ഷിപ്പ് ചെയ്തിരിക്കുകയാണ്. ആ ഷിപ്മെൻറ്റ് ആദ്യത്തെ ഫസ്റ്റ് ടൈമാണ് ഇത്തരത്തിലുള്ളൊരു പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നത്. ഡിഫൻസ് റിലേറ്റഡ് സൂപ്പർ അലോയ്സ് ഉണ്ടാക്കുന്ന ഒരു PSU കമ്പനിയാണ് മിതാനി. അടുത്ത വർഷങ്ങളിൽ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. വാരി എനർജിയുടെ സബ്സിഡറി ഉണ്ട്, വാരി സോളാർ അമേരിക്ക ഇൻകോർപ്പറേഷൻ. അമേരിക്കയിൽ 1.6 ഗിഗാവാട്ടിൻ്റെ സോളാർ മോഡ്യൂൾ പാനൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയാണ്. ഇനി പ്രീമിയർ എനർജീസ് ഉണ്ട്, അതുപോലെ തന്നെ വിക്രം സോളാറൊക്കെ ഉണ്ട്. ഭാവിയിൽ ഈ കമ്പനികളിൽ നിന്നും ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം വാരി റിന്യൂവബിൾ ടെക്നോളജി, അതുപോലെ തന്നെ വാരി ടെക്നോളജിയിൽ ഇപ്പോൾ BSE ലിസ്റ്റഡ് ആണ്, NSEയിലും കൂടി ലിസ്റ്റിംഗ് വരികയാണ്. അപ്പോൾ ഈ 3 കമ്പനികൾ, ഈ ഗ്രൂപ്പ് കമ്പനികളെ സംബന്ധിച്ചും ഈ ന്യൂസ് പോസിറ്റീവ് ആണ്. LNTക്ക് വെള്ളിയാഴ്ച 7,629 കോടി രൂപ ഡിഫൻസ് ഓർഡർ കിട്ടിയിരുന്നു. ആർട്ടിലറി ഗൺ സപ്ലൈ ചെയ്യാനായിട്ടാണ്. LNTനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസും കൂടി തന്നെയാണ്. ഇനി നമ്മൾ IPO രംഗം നോക്കുകയാണെങ്കിൽ ധാരാളം മെയിൻ ബോർഡ് IPOs ഓൾറെഡി ഓപ്പൺ ആണ്. ഈ ആഴ്ചയിലും ഒരു മെയിൻ ബോർഡ് IPO വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 SME IPO ഉണ്ട് ഈ ആഴ്ചയിൽ വരുന്നുണ്ട്. മെയിൻ ബോർഡ് IPOs ഓപ്പൺ ആയിട്ടുള്ള IPOസിൽ 24-ാം തീയതി വരെ ഓപ്പൺ ആയിട്ടുള്ള സെനോറസ് ഫാർമി ഉണ്ട്. ഓൾറെഡി ഫസ്റ്റ് ഡേ 1.94 ടൈംസ് ഓഫ് സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. 391 രൂപയാണ് ഇഷ്യൂ പ്രൈസ് വരുന്നത്. ലോങ് റണ്ണിൽ അല്ലെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു നല്ല ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. അതോടൊപ്പം തന്നെ വെൻഡീവ് ഹോസ്പിറ്റാലിറ്റി 0.75 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. 11 ഹോട്ടൽ പ്രോപ്പർട്ടി ഉള്ളൊരു കമ്പനിയാണ്. 643 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. മൈനർ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. അതോടൊപ്പം തന്നെ കരാരോ ഇന്ത്യ ഓട്ടോമൊബൈൽ സ്പേസ് ട്രാക്ടർ ഡീലേഴ്സിനൊക്കെ സ്പേസ് സപ്ലൈ ചെയ്യുന്നൊരു കമ്പനിയാണ്. 704 ആണ് ഇഷ്യൂ പ്രൈസ് വരുന്നത്. പക്ഷേ വളരെ പുവർ ഓവർ സബ്സ്ക്രിപ്ഷനാണ് ആദ്യത്തെ ദിവസം വന്നിട്ടുള്ളത്. 0.09 ടൈംസേ ആയിട്ടുള്ളൂ. മറ്റൊരു കമ്പനി ട്രാൻസ് റെയിൽ ലൈറ്റിംഗ് സിസ്റ്റംസ് ലിമിറ്റഡ് ആണ്. എക്സലൻറ്റ് കമ്പനിയാണ്. റെയിൽവേ അതുപോലെ തന്നെ പവർ ട്രാൻസ്മിഷൻ രംഗത്തുള്ള ഒരു കമ്പനിയാണ്. 432 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. 5.42 ടൈംസ് ആദ്യത്തെ ദിവസം ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഇഷ്യൂ
23 വരെയാണ് ഓപ്പൺ. DAM ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് 283 ഇഷ്യൂ പ്രൈസ്. 7.1 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. 23 വരെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. മമത മെഷീനറി 38.86 ടൈംസാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. 243 ഇഷ്യൂ പ്രൈസ്. 23 വരെ ഓപ്പൺ ആണ്. കോൺകോർഡ് എൻവിറോ സിസ്റ്റംസ് വേസ്റ്റ് വാട്ടർ രംഗത്തുള്ളൊരു കമ്പനിയാണ്. 1.25 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. 701 അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. 23 വരെ ഓപ്പൺ ആണ്. സനാതൻ ടെക്സ്റ്റൈൽസ് 1.53 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. 321 ഇഷ്യൂ പ്രൈസ്. 23 വരെ ഓപ്പൺ ആണ്. ഇനി നമ്മുടെ കേരളത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്നുള്ള ന്യൂ മലയാളം സ്റ്റീൽ കമ്പനി NSE SMEയിലാണ്. 5.86 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. 23 വരെ ഓപ്പൺ ആണ്. ഒപ്പം നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന ഐഡൻറ്റിക്കൽ ബ്രെയിൻസ് സ്റ്റുഡിയോ NSE SME 544.28 ടൈംസാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. 54 ഇഷ്യൂ പ്രൈസ്. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. ഓൾറെഡി ക്ലോസ്ഡ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ BSE SMEയിൽ സജസ്റ്റ് ചെയ്തിരുന്ന DAC ഇൻഫ്രാസ്ട്രക്ചർ 2209.76 ടൈംസാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരുന്നത്. 35 ഇഷ്യൂ പ്രൈസ്. നല്ല ലിസ്റ്റിംഗ് ഗെയിം എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു IPO ആണ്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മെയിൻ ബോർഡിൽ ഈ ആഴ്ച ആരംഭിക്കുന്ന IPO ആണ് യൂണിമെക് എയ്റോസ്പേസ്. എക്സലൻറ്റ് കമ്പനിയാണ്. അറൗണ്ട് 97% പ്രോഡക്റ്റുകളും എക്സ്പോർട്ടാണ്. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആണ്. എയ്റോസ്പേസ് രംഗത്ത്, ഡിഫൻസ് രംഗത്ത് ക്രിട്ടിക്കൽ പാർട്സൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് യൂണിമെക് എയ്റോസ്പേസ്. 785 ഇഷ്യൂ പ്രൈസ് വരുന്നത്. ഫേസ് വാല്യൂ 5. തീർച്ചയായിട്ടും വളരെ നല്ലൊരു IPO ആണ്. 23 ഓപ്പൺ ചെയ്ത് 26 എൻഡ് ചെയ്യുന്നത്. മെയിൻ ബോർഡ് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു കമ്പനിയാണ് യൂണിമെക് എയ്റോസ്പേസ്. സെമി കണ്ടക്ടർ രംഗത്ത്, അതുപോലെ തന്നെ ഡിഫൻസ് രംഗത്ത്, എനർജി രംഗത്തൊക്കെ പ്രസൻസ് ഉള്ള ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് കമ്പനിയാണ്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സോളാർ 91 ക്ലീൻ ടെക് BSE SMEയിൽ വരുന്ന ഒരു IPO ആണ്. ലോട്ട് സൈസ് 600 195 ഇഷ്യൂ പ്രൈസ്. അപ്പർ പ്രൈസ് ബാൻഡ് 24 ഓപ്പൺ ചെയ്ത് 27 എൻഡ് ചെയ്യും. ഈ IPOയും SMEയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO ആണ്. ഒപ്പം അന്യ പോളിടെക് എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ട്. 2 ഫേസ് വാല്യൂ. 14 ഇഷ്യൂ പ്രൈസ് വരുന്നത്. NSE SMEയിലാണ്. ലോട്ട് സൈസ് വരുന്നത് 10,000. ഒരുപക്ഷെ മൈനർ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു SME IPO കൂടിയാണ്. ഇതൊക്കെയാണ് IPO രംഗത്തുള്ള ന്യൂസുകൾ. ധാരാളം IPOs ഓപ്പൺ ആയിട്ടുള്ളതും നമ്മുടെ മാർക്കറ്റിലേക്കുള്ള ഇൻഫ്ലോസിനെ, സെക്കൻഡറി മാർക്കറ്റിലേക്കുള്ള ഇൻഫ്ലോസിനെയൊക്കെ ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ നമ്മുടെ മാർക്കറ്റ് പെർഫോമൻസിലൊക്കെ കണ്ടേക്കാം. പക്ഷേ ഈ ആഴ്ച പുതുതായിട്ട് വരുന്ന IPOs ഒരു മെയിൻ ബോർഡ് IPOയും അതുപോലെ തന്നെ 2 SME IPOs ആണ് വരുന്ന. യൂണിമെക് എയ്റോസ്പേസ് എക്സലൻ്റ് IPO ആണ്. അതോടൊപ്പം തന്നെ ഓപ്പൺ ആയിട്ടുള്ള IPOസിൽ മമത മെഷീനറി, DAM ക്യാപിറ്റൽ അഡ്വൈസേഴ്സ്, ട്രാൻസ് റെയിൽ ലൈറ്റിംഗ് ലിമിറ്റഡ്, ഈ IPOs അതുപോലെ തന്നെ സെനോറസ് ഫാർമ, ഈ IPOs ഒക്കെ ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന മെയിൻ ബോർഡ് IPOസും കൂടിയാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്. ഇനി ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ രംഗത്ത് 2022 നവംബറിൽ ലോഞ്ച് ചെയ്ത ChatGPT, OpenAI ആണ് ChatGPT ലോഞ്ച് ചെയ്തത്. അതിന് ശേഷം നമ്മുടെ ഗ്ലോബലി ഉണ്ടായിട്ടുള്ള ഇന്നോവേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ChatGPT ന്യൂസിൽ വരികയാണ്. ChatGPT ലോഞ്ച് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ChatGPT O1 ആയിരുന്നു. O1 എന്ന് പറയുമ്പോൾ ChatGPT 4O ഒക്കെ ഉണ്ടായിരുന്നു, 4 ഉണ്ടായിരുന്നു. ഇതൊക്കെ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ രംഗത്ത് എക്സലൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകളായിരുന്നു. ഇവർ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള O3, O2 എന്നുള്ള പേര് അവർ യൂസ് ചെയ്യുന്നില്ല. കാരണം O2 എന്നുള്ള ഒരു ട്രേഡ് മാർക്ക് UK-യിലത്തെ ഒരു ടെലികോം കമ്പനിക്ക് ഉണ്ട്. അതിനുശേഷം O1 പകരം അവർ O1 ശേഷം അവർ O3 ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ജനുവരി എൻഡിൽ ലോഞ്ച് ചെയ്യും.
ഇതിൻ്റെ ഇൻ്റലിജൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇൻ്റലിജൻസ് മെഷർ ചെയ്തിട്ടുള്ള ഒരു രീതിയുണ്ട്, ARCAGA സ്റ്റാൻഡേർഡ്, അബ്സ്ട്രാക്ഷൻ ആൻഡ് റീസണിങ് കോർപ്പസ് ഫോർ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. ഈ ടൂള് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫ്രഞ്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള ഫ്രാങ്കോയിസ് ഷോലെറ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഇദ്ദേഹമാണ് ഈ ടൂളാണ് പൊതുവെ ഹ്യൂമൻ ബീയിങ്സിൻ്റെയും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകളുടെയൊക്കെ ഇൻ്റലിജൻസ് മെഷർ ചെയ്യുന്നത്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഈ ടൂൾ ഉപയോഗിച്ച് മെഷർ ചെയ്തിട്ടുള്ള ലെവലെന്ന് പറയുന്നത് 85%. ChatGPT ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ഈ O3യുടെ പെർഫോമൻസ് 87.5%. അതായത് ഹ്യൂമൻ ബീയിങ്സിനേക്കാളും ബെറ്റർ പെർഫോമൻസാണ് കാഴ്ച വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. OpenAI മുമ്പ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് അവർ ഇമ്മീഡിയറ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകളെന്ന് വെച്ചാൽ, ഹ്യൂമൻ ബീയിങ്സിൻ്റെ അത്രയുള്ള ബുദ്ധിയുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിനേക്കാളും ബുദ്ധിയുള്ള കമ്പ്യൂട്ടർ ടൂളുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാമെന്നർത്ഥം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ അത്രയും പെർഫോമൻസ് ഉള്ള ടൂളുകൾ വരികയാണ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസിൽ. ഇത് വലിയ ഇന്നൊവേഷനാണ്, വലിയ ഇമ്പാക്റ്റാണ് നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസൊക്കെ വളരെ ക്ലോസ്ലി വാച്ച് ചെയ്തുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തുള്ള സ്റ്റോക്കുകൾ ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് കോർപ്പറേറ്റ് രംഗത്തും അതുപോലെ തന്നെ മറ്റ് ടെക്നോളജി രംഗത്തൊക്കെ വലിയ രീതിയിൽ ആക്ടിവിറ്റീസ് നടത്തുന്ന കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസൊക്കെ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയൊക്കെയുണ്ട്. ഈ ടൂളുകൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം പ്രോഗ്രാമേഴ്സിനൊക്കെ ഒരുപക്ഷെ ജോബ് നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. മാത്തമെറ്റിക്കൽ എബിലിറ്റി അതുപോലെ തന്നെ ടീച്ചേഴ്സിനൊക്കെ ജോബ് നഷ്ടപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ റിപ്പോർട്ട്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ 2 വർഷം മുമ്പ് നമ്മുടെ പ്രോഗ്രാമുകളിൽ പ്രെഡിക്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് 2 ദിവസം മുമ്പ് നമ്മുടെ ലോകത്തിൽ ഇതിൻ്റെ പെർഫോമൻസ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസും അതുപോലെ തന്നെ പെർഫോമൻസ് ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞു. OpenAIയുടെ O3 എന്ന് പറയുന്ന ജനറേറ്റീവ് AI ടൂളുകൾ ജനുവരി എൻഡിൽ 2025 ജനുവരി എൻഡിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വലിയ രീതിയിലുള്ള ഡിസ്റപ്ഷൻസും അതുപോലെ തന്നെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം ഒരു പക്ഷേ അതിനുശേഷം ഹ്യൂമൻ ബീയിങ്സിൻ്റെ അത്രയ്ക്കും ബുദ്ധിയുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബുദ്ധിയേക്കാളും ബുദ്ധിയുള്ള ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് ടൂളുകളും വന്നേക്കാം. അപ്പം നമ്മളെ സംബന്ധിച്ച് ഫാബുലസ് ഇയേഴ്സ് ആണുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ ധാരാളം യൂസ് ചെയ്യുന്ന, അതോടൊപ്പം തന്നെ ഇത് യൂസ് ചെയ്തുകൊണ്ട് ധാരാളം ആക്ടിവിറ്റികൾ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ ടെക് കമ്പനികളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുക. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ഈ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് ന്യൂസ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ളതാണ്. ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴത്തെ പുതിയ റീസെൻറ്റ് സർവേ കാണിക്കുന്നത് അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഇന്നൊവേഷൻ നടന്നിരിക്കുന്നത്. പക്ഷേ അമേരിക്കയിൽ 78% ആൾക്കാരും ഇത്തരത്തിലുള്ള ടൂളുകളൊന്നും യൂസ് ചെയ്യില്ല എന്നുള്ള സർവേ റിപ്പോർട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ യങ്സ്റ്റേഴ്സൊക്കെ ധാരാളം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലും ജനറേറ്റീവ് AI രംഗത്ത് വളരെ ലെസ് ആക്ടിവിറ്റീസാണ് നമ്മുടെ പബ്ലിക്കും കാണിക്കുന്നത്. വളരെ കുറവ് അവയർനെസ് ആണുള്ളൂ. അടുത്ത മാസങ്ങളിലൊക്കെ ഈ അവയർനെസ്സും കൂടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ന്യൂസ് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക, അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക്, ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ടുള്ള ക്രിസ്മസും കൂടി ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഹാപ്പി ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.